ജോലി കഴിഞ്ഞ് വന്ന് പിന്നെ ഭക്ഷണമെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് ഒരു 3/4 മണിക്കൂർ കുറച്ച് നടത്തം, കുറച്ച് ഓട്ടം നല്ലതാണ്. കാരണം വെച്ചാൽ നമ്മുടെ ടെൻഷനും പിന്നെ BP ക്കെല്ലാം നല്ലതാണ്. മൈൻഡ് സെറ്റെല്ലാം ഒന്ന് ക്ലിയർ ആവും. കാരണം ജോലി കഴിഞ്ഞ് വന്ന ആൾക്കാർ അപ്പോൾ വിചാരിക്കും ചൂടത്ത് പിന്നെ അതും ജോലിയും കഴിഞ്ഞ് വന്ന് ഭക്ഷണം ഉണ്ടാക്കാതെ കഴിഞ്ഞാൽ ചൂടത്ത് ഇനി നടക്കാനും പോകും. അപ്പോൾ എങ്ങനെയെങ്കിലും AC റൂമിൽ കയറി ഇരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പല ആൾക്കാരും ഉള്ളത്. പക്ഷേ നമ്മൾ കുറച്ച് സമയം എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നടക്കുകയെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നല്ലതല്ലേ. അപ്പോഴത്തേനും എന്താ പറയുക, നമ്മുടെ തടി കൂടുന്നതും ശരീരത്തിനും നല്ലതാണ്. അപ്പം പല അസുഖങ്ങൾക്കും ഉണ്ടാകുന്ന ഈ ആൾക്കാർ AC റൂമിൽ ഇരുന്നിട്ട് തടി കൂടുന്നു അല്ല, അങ്ങനെ പല അസുഖങ്ങളും വരുന്നത് അങ്ങനെയാണ്. എല്ലാവർക്കും അറിയാം. എന്നിരുന്നാൽ പോലും പല ആൾക്കാർക്കും ഇത് മടിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. സമയം പുറത്ത് ഈ ചൂടത്ത് പോകാണ്ടല്ലോ ചോദിച്ചാൽ പറ്റെങ്കിൽ എല്ലാവരും ഒന്ന് ഒരു അരമണിക്കൂർ കുറച്ച് നടക്കുകയും കുറച്ച് ഓടുകയും ചെയ്യുന്നത് നല്ലതാണ്. ഈ ചൂടത്ത് ചൂടത്തെയും ജോലിയും കഴിഞ്ഞ് വന്നിട്ട് ഈ നടക്കുകയും പോകണം. മനസ്സ് വെച്ചാൽ നടക്കാത്ത എന്തെന്നുള്ളത് നമുക്ക് വേണ്ടിയിട്ട് വേറെ ആർക്കും വേണ്ടിയില്ലല്ലോ. പറ്റുമെങ്കിൽ എല്ലാവരും നടക്കുക, അവരവരുടെ ശരീരം സൂക്ഷിക്കുക. ഒന്നാമത് നമ്മൾ ഭക്ഷണം, പല ആൾക്കാരും ഹോട്ടലിലത്തെ ഭക്ഷണവും പിന്നെ ഓയിൽ അത് ഇതെല്ലാം എല്ലാവരും ഹോട്ടൽ ഭക്ഷണം കഴിക്കില്ലേ. അപ്പം കുറച്ച് നടത്തും. ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ ഒരു ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തന്നെ അത്ഭുതമായി. കാരണം എൻ്റെ ഒന്നിച്ചുള്ളവർ ഓയിലങ്ങോട്ട് മറിക്കുകയാണ്, കുപ്പി കൊണ്ട് അങ്ങോട്ട് ഓയിൽ അങ്ങോട്ട് മറിക്കുകയാണ് പാത്രത്തിലേക്ക്. ഞാൻ ഇതിന് ഇത്രയും ഓയിൽ. അപ്പം അവരെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ വേറെ സ്റ്റേറ്റുകാരാണ്, ഞാൻ പേരെടുത്ത് പറയുന്നില്ല. അപ്പോൾ അവർ പിന്നെ ഓയിൽ, അതായത് അവർ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ വെച്ചാൽ ഈ പച്ചക്കറികളെല്ലാം ഫ്രൈ ചെയ്യാണ്. അതായത് നമ്മൾ ഉള്ളിയെല്ലാം വഴറ്റുന്നില്ല, അതേപോലെ എല്ലാം പച്ചക്കറി അങ്ങോട്ട് പിന്നെ വറുത്തിട്ട്. അപ്പോൾ ഞാൻ എന്തിനു വറുക്കുന്നപ്പോൾ ഇങ്ങനെ ടേസ്റ്റ് വേണ്ടേ. അപ്പോൾ ഞാൻ ഈ ഓയിൽ നല്ല. അപ്പോൾ എന്നെ കാണുമ്പോൾ ഞാൻ ഈ കുറച്ച് ഓയിൽ വെളിച്ചെണ്ണ എല്ലാം കുറേശ്ശെ ഒഴിക്കുമ്പോൾ എന്നെ അവർ കളിയാക്കി ചെയ്യും. പക്ഷേ എനിക്കറിയാം എൻ്റെ ശരീരത്തിൽ എത്ര ഓയിൽ വേണം, അല്ല വേറെ എന്ത് വേണം, എന്തെല്ലാം കഴിക്കാൻ ഞാൻ. പക്ഷേ അവരവരെ ആരോഗ്യം അവരവരെ സൂക്ഷിക്കുക, അത്രേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് പറ്റുമെങ്കിൽ എല്ലാവരും കുറച്ച് നടക്കുക, കുറച്ച് എക്സസൈസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ പറയും.